ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 91. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ ദൈവം രക്ഷിക്കും. ദൈവമക്കളെ, അവൻ എൻ്റെ കോട്ടയും എൻ്റെ സങ്കേതവും. ഹല്ലേലൂയ. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. അവൻ എൻ്റെ നാമം അറിയുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് അറിയുന്ന ജനങ്ങളെ ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. ഏത് കഷ്ടമായിക്കോട്ടെ, ഏത് നഷ്ടമായിക്കോട്ടെ, അവിടുന്ന് ദൈവം നമ്മളെ വിടുവിച്ച് രക്ഷിക്കും. ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് ഒരു നാളും നമ്മളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണ്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കണ ദൈവമക്കളെ, ദൈവം സ്നേഹവാനാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു നാളും നമ്മളെ കൈവിടില്ല. ഹല്ലേലൂയ. മനുഷ്യൻ കൈവിട്ടാലും ദൈവം കൈവിടില്ല. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമ്മളെ വിടുവിക്കും, രക്ഷിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ കൈവിടും. ഹല്ലേലൂയ. മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ദൈവത്തെ വിശ്വസിക്കണം. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ അന്വേഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ മുന്നിൽ ഹല്ലേലൂയ തുറന്ന പുസ്തകമായിരിക്കണം. അങ്ങനെയുള്ളവനെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. അവൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അവനക്ക് സമാധാനത്തെ ദൈവം നൽകും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ഹല്ലേലൂയ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.